ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇന്ത്യ സന്ദർശനം ക്യാൻസൽ ചെയ്തതിനെക്കുറിച്ച് പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സുരക്ഷാ കാരണങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ വരാത്തതിൻ്റെ കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നരേന്ദ്രമോദിയെ തന്നെ പൂശാൻ വേണ്ടിയൊക്കെ ആളുകൾ, തീവ്രവാദികൾ വളരെ പത്തിയിട്ടു. അതുപോലെ തന്നെ ഒരുപാട് ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു. ഈ സമയത്ത് ഒരാൾ ഒരു വിദേശ സന്ദർശനം എന്ന് പറയുന്നത് അത് തന്നെയല്ല. നമ്മുടെ മാന്യനായ സുഹൃത്ത് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 5 ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുകയാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 10 വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി എന്ന് പറയപ്പെടുന്നത് വലിയ ദുരാസി കിടന്ന് ആടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒരു അത്യന്താധുനിക യുദ്ധവിമാനം നൽകാനായിട്ട് സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് റഷ്യ മാത്രമാണ്. സുഖോയ് 57 എന്ന് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ വിമാനം തന്നെയാണ്. 2015 സുഖോയ് ഡിസൈൻ ചെയ്ത കാലഘട്ടത്തിലെ സുഖോയ് അല്ല ഇപ്പോൾ. അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് F-35 മികച്ച യുദ്ധവിമാനമായിട്ട് സുഖോയ് 57 മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സന്ദർശനത്തിന് തന്നെയാണ്. 2035 വരെ നമുക്കൊരു 5ാം തലമുറ യുദ്ധവിമാനം നമുക്ക് വേണം. അത് ഇല്ലാതെ കൊണ്ട് നമുക്ക് ചൈനയോടോ അല്ലെങ്കിൽ പാകിസ്ഥാനോടോ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കയ്യിലിപ്പോഴുള്ള റഫേൽ പോലുള്ള വിമാനങ്ങൾ ചെറിയ ഓപ്പറേഷന് പറ്റുമെന്നുള്ളതല്ലാതെ കൊണ്ട് വൺ ഓപ്പറേഷൻ, അതായത് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ചൈനയിലോ കടന്നു കയറി ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഈ റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങളൊന്നും സാധിക്കില്ല. അതിന് സുഖോയ് തന്നെ വേണ്ടി വരും. സുഖോയിയെ പോലെ കരുത്തുള്ള പവറുള്ള എഞ്ചിനുള്ള യുദ്ധവിമാനങ്ങൾ വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം.